വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അപ്പൊ ഇത് കേരള ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ കേരള ജോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. മലനാട്, ഇടനാട്, തീരപ്രദേശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേരള ജോഗ്രഫിയുമായിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ മണ്ണുകൾ അതൊക്കെ നമ്മൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ നമ്മുടെ SCERT പാഠപുസ്തകങ്ങളിൽ കേരള ജോഗ്രഫി ഈ ഒരു ഫിഫ്ത്ത് തൊട്ട് 10th വരെയുള്ള ചാപ്റ്റർ എടുക്കുമ്പോൾ ആകെ കൂടെ നമ്മുടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ നാടറിയാം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത്രയും ഡീറ്റെയിൽഡ് ആയി. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ പാഠഭാഗമാണ്. അത് ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ ടീച്ചർ പറയുള്ളൂ. അതൊന്ന് പഠിച്ചു വെക്കുക. വേറെ ഇത് കുറേയൊക്കെ കുട്ടികൾക്ക് ചെയ്യാനുള്ള കുറെ അവരുടെ എന്താ പറയുന്നത് പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. അപ്പൊ ജോഗ്രഫിയിലേക്ക് നമുക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചറോട് കാര്യം പറയാൻ ഇന്ന് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്സിന്റെ അപ്പം നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 60 ഡേയ്സ് ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു SCERT പാഠഭാഗം അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ 2 ക്ലാസ് ആണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നു വിചാരിക്കുന്നു ടീച്ചർ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാട്ടോ. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. കേരളത്തില് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്. കേരളത്തിന്റെ ആ 3 ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് നമുക്ക് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏത്? മലനാട് എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിന്റെ സ്ഥാനം നമ്മൾ നോക്കാനാണ് ഇവർ പറയണേ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. അപ്പോ 75 കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ മലനാടിന്റെ പ്രത്യേകത എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും നിറഞ്ഞതുമായ ഭൂപ്രകൃതി വിഭാഗം. ഉയർന്ന തോതിലുള്ള മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. അപ്പൊ മലനാടിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കേരളത്തിൽ 44 നദികളുണ്ട്. ആ 44 നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. അപ്പൊ ഇത്രയും പ്രത്യേകതയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരത്തിലാണ്. കുന്നുകൾ മലകൾ പർവ്വതങ്ങളൊക്കെ നിറഞ്ഞ ഭൂപ്രകൃതി വിഭാഗമാണ്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. അടുത്തതാണ് നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ആണ് ഈ പ്രദേശത്തിന്റെ ഉയരം. അപ്പൊ ഇവിടെ നമ്മൾ എത്രയാ പറഞ്ഞ? 75 മീറ്റർ ആണ് മലനാട് അല്ലെ. അപ്പൊ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് എന്തിന്റെ ഉയരം? ഇടനാടിന്റെ ഉയരം. ഇവിടെ ചെറിയ കുന്നുകള്, താഴ്വരകള്, നദീതടങ്ങളൊക്കെയാണ് കാണപ്പെടുന്നത്. അടുത്തത് തീരപ്രദേശം. ലക്ഷദ്വീപിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. അപ്പൊ തീരപ്രദേശം എന്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു? ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഇനി കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു തീരപ്രദേശം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോ മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം തരുന്നു. ഇവിടെ നമുക്ക് മൺസൂൺ എന്ന് പറയുന്ന പദവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കണം. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെ നമ്മൾ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ മക്കളെ? കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ്
കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ വാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഈ മഴക്കാലം നമ്മൾ കാലവർഷം, ഇടവപ്പാതി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്കു ഭാഗത്തു നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാകുകയും ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഈ മഴക്കാലം നമ്മൾ എന്താണ് തുലാവർഷം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഇടിയോടുകൂടി ഉള്ള മഴയാണ് നമ്മൾ തുലാവർഷം, അല്ലെ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. അടുത്തത് നോക്കുക. ഇനി കേരളത്തിലെ മണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് അട്ടപ്പാടിയിലെ ഇരുളർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗക്കാരുടെ പാട്ടാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ള ഒന്നാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം തന്നെ രൂപപ്പെടുന്നത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളും ഇല്ല. മണ്ണ് എങ്ങനെ രൂപപ്പെടുന്നു? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് പ്രധാന ഘടകങ്ങളിൽ ഒന്നായ മണ്ണ് പാറ പൊടിഞ്ഞ് ഉണ്ടാകും. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയയാണ് ദീർഘകാലം കൊണ്ട് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. സാധാരണയായി നമ്മൾ പറയും പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. ഇനി എന്താണ് ഭൂപ്രകൃതി? എന്തൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഭൂപ്രകൃതി? കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം, ഇതൊക്കെ തന്നെ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെട്ടാൽ 1000-ലധികം വർഷം 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്ക് പറയുന്നത്. ഇനി മണ്ണ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ, എക്കൽ മണ്ണ് അഥവാ അലുവയിൽ സോയിൽ, വനമണ്ണ് അഥവാ ഫോറസ്റ്റ് സോയിൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. അപ്പോ ചെങ്കൽ മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, എക്കൽ മണ്ണുണ്ട്, വനമണ്ണ്, ഇതൊക്കെ കേരളത്തിലുണ്ട്. കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ, പീറ്റ് മണ്ണ് എന്നിവയും കേരളത്തിൽ കാണപ്പെടുന്നു. കറുത്ത മണ്ണ് നമ്മൾ പറയും, അതായത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചിറ്റൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മൾ പറയാറുണ്ട്. പരുത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അടുത്തത് മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മണ്ണിന്റെ രീതി അനുസരിച്ചിട്ട് തട്ടുതട്ടുകളായിട്ടൊക്കെ കൃഷി ചെയ്യുന്ന രീതികളുടെ പടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? മണ്ണ് സംരക്ഷിക്കുന്നത് എങ്ങനെയാ? കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് തട്ടുതട്ടുകളായിട്ട് കൃഷി ചെയ്ത്, കണ്ടോ? കല്ലായ, അതായത് കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അങ്ങനെ നമ്മൾ ഒരു തട്ടുണ്ടാക്കി, കണ്ടൽ കാടുകൾ, ഇതൊക്കെ മണ്ണ് സംരക്ഷിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കേരളത്തിലെ ജലത്തിന്റെ സ്രോതസ്സുകളാണ് കേട്ടോ. അപ്പോ കേരളത്തിൽ നോക്ക, സഹ്യപർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ സമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ പ്രധാനമായും 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി പഠിച്ചു. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് ഏതൊക്കെയാണ്? കബനി, കബനി, അതുപോലെ തന്നെ ഭവാനി. ഏതാണ്? ഭവാനി, പാമ്പാർ
എന്നീ നദികൾ. ഇത് മൂന്നും കേരളത്തിൽ എങ്ങനെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. രണ്ട് മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നാണ് അന്വേഷിക്കാൻ കുട്ടികളോട് പറയാണ്. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ഒരു ചെറിയ അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താം. അപ്പോൾ ജലസംരക്ഷണം ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയവ. ഏത് റാങ്ക് ഫെയിൽ നിങ്ങൾ പഠിച്ചാലും ഇത്തരം പോയിന്റുകളൊന്നും ഒരു റാങ്ക് ഫെയിലും നിങ്ങൾ കാണില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് SCRT പാഠഭാഗങ്ങൾ വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. SCRT പാഠഭാഗങ്ങളാണ് പ്രധാനമായിട്ടും LGSന് ചോദിക്കുന്നത് ഈ പാഠഭാഗങ്ങളിൽ നിന്ന്. അപ്പൊ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കുക. അതായത് ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കും. അപ്പോൾ നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും സർക്കാരിന്റെ വിവിധ പദ്ധതികളുണ്ട്. അതേതാന്ന് പഠിക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി ഹരിത കേരളം മിഷന്റെ പദ്ധതി, മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി, തെളിനീരൊഴുക്കും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി, ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതി. ഇനി കേരളത്തിന്റെ ജൈവ വൈവിധ്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ജൈവ വൈവിധ്യം ഓരോ പ്രദേശത്തെയും കൃഷി, അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ ആശ്രയിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. കണ്ടോ? പാലക്കാട് ജില്ലയിലും കുട്ടനാടിലും എന്താണുള്ളത്? നെൽകൃഷിയാണ് കൂടുതൽ. നെൽകൃഷിയാണ് കൂടുതലുള്ളത്. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും മൂന്നാറ്, പീരുമേട്, അതുപോലെ വയനാട് മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരത്ത് പൊന്മുടി, അവിടെയൊക്കെ തേയിലയാണ്. പാലക്കാടും കുട്ടനാടിലും കൂടുതൽ എന്താണ്? നെല്ലാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂമി എന്നിവ മലനാട് മേഖലയിൽ, ഏത് മേഖല? മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പൊ മലനാടില് തേയില, ഏലം, കാപ്പി, കുരുമുളക് എന്നിവയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കാൻ കാരണം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി തുടങ്ങിയവയാണ്. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഇടനാടിൽ മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി നടക്കുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അപ്പൊ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എവിടത്തെ? തീരപ്രദേശത്തെ. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. അപ്പൊ തീരപ്രദേശത്ത് തെങ്ങും സമൃദ്ധമായി വളരുന്നു. കായലുകൾ എന്തിന്? മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമാണ് അവിടുത്തെ കൃഷി. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളതാണ്. ഓണം എന്താണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതുപോലെ വിഷു വിളവെടുപ്പുമായി മായാണ് ബന്ധം. വിഷുവിനും മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ്. വള്ളംകളി മത്സരം, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരം എന്നിവ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലയിലുള്ള പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലല്, കയർ വിരിക്കല്, കുട്ടനാട്ടിലെ നെൽകൃഷി
നെൽകൃഷി, താറാവ് വളർത്തൽ ഇതൊക്കെ ഉദാഹരണമാണ്. അതായത് ഓരോ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അവിടുത്തെ തൊഴിൽ സംസ്കാരം എന്ന്, അതായത് കായലോരങ്ങളിൽ നമുക്ക് ചകിരിയൊക്കെ ചീക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തൊണ്ട് തല്ലല്, കയറ് പിരിക്കല് തുടങ്ങിയ കാര്യങ്ങൾ നടക്കും. കുട്ടനാടില് എന്താണ് ഉപ്പ് വെള്ളം ജല നെൽകൃഷിക്കും അതുപോലെ തന്നെ എന്തിനാണ് തെങ്ങ് കൃഷിക്കൊക്കെ ഉപകാരമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നെൽകൃഷി നടക്കുന്നു, താറാവ് വളർത്തലൊക്കെ അവിടെ നടക്കണു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ മക്കളെ? അപ്പോ ഇവിടെ എന്താ പറഞ്ഞ നെല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതായത് കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ചാലും പ്രകൃതി ദുരന്തങ്ങളുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നു എന്ന് കണ്ടു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. 2018 വെള്ളപ്പൊക്കം അതിന് വളരെയധികം നല്ലൊരു ഉദാഹരണമാണ്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിൽ. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തേക്കണേ. പ്രധാനമായിട്ടുള്ളതാണ് ചുഴലിക്കാറ്റ്, കാട്ടുതീ, അതൊക്കെ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കറിയാം 2004 കേരളത്തിൽ എന്തുണ്ടായി? സുനാമി ഉണ്ടായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആ വർഷം ചോദിച്ചിട്ടുണ്ട് സുനാമി കേരളത്തിൽ ഉണ്ടായത് എന്നാണ് 2004. ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ കവളപ്പാറയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ 2009 ഉരുൾപൊട്ടലാണ് ഇവിടെ കാണിക്കണേ. കണ്ടോ? പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ കാണിക്കണേ. 2018 കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രളയം, 2019 കവളപ്പാറയിൽ, 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. അപ്പോ ഇനി ദുരന്ത നിവാരണം അതെന്താ ചെയ്യണ്ടേ? നമ്മള് ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അതായിട്ടുള്ള എന്താ പറയാ കുറേയധികം സംഘടനകളും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം 2018 പ്രളയത്തിൽ ഒന്നിക്കുകയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പൊ നമുക്ക് മുന്നൊരുക്കങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം, അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ് നൽകുക, അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക, ജനങ്ങളെ മാറ്റി പാർപ്പിക്കുക. ദുരന്ത സമയത്ത് എന്ത് ചെയ്യുക? ആവശ്യമായിട്ടുള്ള സംവിധാനം, രക്ഷാ സംവിധാനം കൊടുക്കുക, ക്യാമ്പുകള്, അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ചികിത്സ ഇതൊക്കെ ലഭ്യമാക്കാനുള്ള ഒരു പ്ലാനിങ് നടത്തുക. ദുരന്തത്തിന് ശേഷം എന്താണ്? ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും അതുപോലെ ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകൾ ഏതൊക്കെയാണ്? കേരള ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയാണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മൾ 5ാം ക്ലാസ്സിലെ നമ്മുടെ ഈ 8ാമത്തെ ചാപ്റ്റർ നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ടീച്ചർ എന്താ പറയാ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഓർത്തു വെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടു. അത്രയധികം കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. ഈ എന്താ പറയാ പദ്ധതികൾ വളരെ പ്രധാനമാണ് അല്ലെ? പദ്ധതി നിർവഹിക്കുന്ന വകുപ്പുകൾ ഏതാണെന്നുള്ളതും നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.